ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് നോക്കാം കേട്ടോ. ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കുട്ടിക്ക്, ഒരു 6-7 മാസമായിട്ടുള്ള കുട്ടിക്കുള്ള ഡ്രസ്സാണ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് ആങ്കറിൻ്റെതാണ് എടുത്തിട്ടുള്ളത്. ഡബിൾ ഷെയ്ഡ് ത്രെഡാണ്, പിങ്ക് കളറും അതിൻ്റെ കോംപ്ലിമെൻറ്റിങ് ഷെയ്ഡ്സ് വരുന്ന ആങ്കറിൻ്റെ ത്രെഡ്. 6 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ലേസി ഡെയ്സി ഫ്ലവേഴ്സാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് സിമ്പിളായിട്ട് ഇതുപോലെ ഒരു പോയിന്റിൽ നിന്ന് കുത്തി ഇപ്പുറത്തേക്ക് എടുക്കുക. ആ ത്രെഡ് നീഡിലിനെ ചുറ്റി ഉള്ളിലേക്ക് എടുക്കുക, വലിക്കുക. ഇങ്ങനെ ഒരു സർക്കിളിൽ ചെയ്യുമ്പോൾ അതൊരു ഫ്ലവർ ആവും. ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ലീഫ് പോലെ ചെയ്യാം. ഇതാണ് ബേസിക് ആയിട്ടുള്ള ലേസി ഡേസി സ്റ്റിച്ച് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. അത് വേണമെന്നുള്ളവർക്ക് അത് കണ്ടു നോക്കാം കേട്ടോ. ഇപ്പം ഞാനിതിൻ്റെ നെക്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി എന്നാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്, നല്ല പ്രിട്ടി ആയിട്ടുള്ളത് എന്നുള്ള രീതിക്കാണ് ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ഫ്ലവർ തുന്നി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നെക്കിന് ചുറ്റി നമുക്ക് ജസ്റ്റ് ഒരു 1/2 ഇഞ്ചൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് ഫ്ലവേഴ്സ് തുന്നി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കിലായിട്ട് സ്റ്റെമ്മും ലീഫും വരുന്ന പോലെ അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഏതർ ഷുഗർ ബീഡ് എടുക്കാം, അല്ലെങ്കിൽ ആ മൾട്ടി ഷെയ്ഡ് ത്രെഡ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനത് എടുത്ത് വെച്ചത് കേട്ടോ. പക്ഷേ ഞാനതിൽ ഷുഗർ ബീഡ് യൂസ് ചെയ്തിട്ടാണ് തുന്നാൻ പോകുന്നത്. പിന്നെ കുട്ടികൾക്കുള്ള ഡ്രസ്സിൽ നമ്മൾ എംബ്രോയിഡറി ചെയ്യുമ്പോൾ മാക്സിമം കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് എടുത്തിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സർദോസി, കട്ട് ബീഡ്സ് അതൊക്കെ ഒഴിവാക്കുകയായിരിക്കും നല്ലത് കേട്ടോ. കട്ട് ബീഡ്സ് ആകുമ്പോൾ കുറച്ചും കൂടെ ഷാർപ്പാണ്. ഷുഗർ ബീഡ്സ് പിന്നെയും അതിൻ്റെ ഒരു ഫിനിഷിങ്, ഒരു സോഫ്റ്റ് ഫിനിഷ് ആയതുകൊണ്ട് ഷുഗർ ബീഡ്സ് നല്ലതായിരിക്കും കേട്ടോ. എന്താണ് ഞാൻ നെക്സ്റ്റ് ഫ്ലവർ തുന്നാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ തുടക്കം തൊട്ടേ കാണിക്കാം. ആദ്യം നമ്മൾ ഒരു പെറ്റൽ ഇങ്ങനെ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു സർക്കിൾ, ഒരേപോലത്തെ സർക്കിൾ, നമ്മുടെ പ്രോ സർക്കിൾ വെച്ചിട്ട് വരച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ വരച്ച് കൊടുക്കണില്ല. ഞാൻ ആ ഒരു ഗ്യാപ്പും ഫ്ലവറിൻ്റെ സൈസൊക്കെ മനക്കണക്ക് എന്ന് പറയില്ലേ, അതുപോലെ നോക്കിയിട്ട് ഈക്വലായിട്ട് തന്നെയാണ് ചെയ്യണത്. നിങ്ങൾക്ക് തെറ്റുമെന്ന് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ വരച്ചോളൂ കേട്ടോ. ഇതേപോലെ ഓരോരോ പെറ്റലായിട്ട് തുന്നി കൊടുക്കുക. അതിൻ്റെ ഓരോ പെറ്റലും ഇതുപോലെ സെക്യൂർ ചെയ്തിട്ട് എടുക്കുക. ഇതിപ്പോൾ ട്രാൻസ്പെറൻ്റ് അല്ലാത്ത തുണി ആയതുകൊണ്ട് ഞാൻ ഓരോ ഫ്ലവർ തുന്നി കഴിഞ്ഞിട്ടും താഴെ കെട്ടിട്ട് കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഒരു 1/2 ഇഞ്ചിൻ്റെ ഗ്യാപ്പിലാണല്ലോ നമ്മൾ തുന്നുന്നത്. അതുകൊണ്ട് ഞാൻ താഴത്തു കൂടെ ത്രെഡ് വലിക്കുന്നുണ്ട്. അത് കാണുന്നില്ലാത്തതുകൊണ്ട് മാത്രം. നിങ്ങൾ തുന്നുന്നതിൻ്റെ അടിയിൽ കൂടെ ഈ ഒരു സ്റ്റിച്ചസ് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളങ്ങനെ നൂല് വലിച്ചിട്ട് ചെയ്യരുത്. എന്ത് ചെയ്യണം, കട്ട് ചെയ്തിട്ട് തന്നെ തുന്നി കൊടുക്കണം കേട്ടോ. അപ്പോഴാണത് നല്ല ഫിനിഷിങ്ങിലിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൂടെ ത്രെഡ് വലിയണത് കാണുന്നത് ഒരു അഭംഗിയായിട്ടാണ് ഉണ്ടാവുക കേട്ടോ. ഇപ്പം നമ്മളത് ആ ഒരു ഫ്ലവേഴ്സിൻ്റെ പരിപാടി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സ് നെക്കിനെ ചുറ്റി ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ സ്റ്റെമ്മും ലീഫും പോലെ തുന്നണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷുഗർ ബീഡ്സ് എടുക്കുന്നുണ്ട്. ഇത് തിളക്കമുള്ള ഷുഗർ ബീഡ്സ് അല്ല, ഒരു മാറ്റ് ഫിനിഷിലുള്ള ഒരു ഗ്രീൻ കളറിലുള്ള ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ. ഇതങ്ങനെ കളർ പോകുന്ന ടൈപ്പ് ബീഡല്ല, നല്ല ബീഡ്സാണ് കേട്ടോ. കേമിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ബീഡാണ്. ഈ ബീഡ്സ് കളർ പോകാറില്ല. പക്ഷേ നമ്മൾ ഈ ഷുഗർ ബീഡ്സ് തന്നെ ആൻറ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഗ്ലിറ്ററി എഫക്റ്റ് ഉള്ളതൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കളർ ഫെയ്ഡാവാറുണ്ട് കേട്ടോ. അത് നമ്മൾ നോക്കി തന്നെ എടുക്കണം. കളർ പോകുന്നത് ഏതാണ്, പോകാത്തത് ഏതാണെന്ന് തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നനച്ച് നോക്കിയിട്ട്, പാച്ച് ടെസ്റ്റ് ചെയ്യുക ഇൻ ദ സെൻസ് നമ്മൾ തുന്നി അല്ലെങ്കിൽ ഒന്ന് വാഷ് ചെയ്ത് നോക്കി, വെള്ളത്തിലിട്ട് വെച്ച് നോക്കുക. അങ്ങനെയൊക്കെ നോക്കിയിട്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. ചിലപ്പോൾ നമ്മൾ കടയിൽ നിന്ന് നല്ല ക്വാളിറ്റിയിൽ നിന്ന് പ്രതീക്ഷിച്ച് മേടിക്കുന്നതിന് അത്ര ക്വാളിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്നില്ല. എന്തായാലും ഈ ഒരു ബീഡ് നല്ല ബീഡാണ് കേട്ടോ. അതങ്ങനെ കളർ ഫെയ്ഡ് ആവുന്ന ഒരു ബീഡല്ല. അപ്പം ഞാനിപ്പോൾ സ്റ്റെമ്മ് തുന്നി കൊടുക്കുന്നത് ഒരു 6 ബീഡ് എടുത്തിട്ട് 5 ബീഡ് എടുത്തിട്ട് സ്ട്രെയിറ്റ് ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലോട്ട് ഒരുമിച്ച് എടുത്തിട്ട് തുന്നി. അതിന് ശേഷം 3 ബീഡ് വെച്ചിട്ടാണ് കേട്ടോ ലീഫ് പാറ്റേൺ തുന്നുന്നത്. ലീഫായിട്ടൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു 3 ബീഡ് കോർത്തിട്ട് ഈ ഒരു ആംഗിൾഡ് ആയിട്ടുള്ള ഡയറക്ഷനിൽ തുന്നുമ്പോൾ തന്നെ ഒരു ചെറിയ സ്റ്റെമ്മും ലീഫും വരുന്ന ഒരു പാറ്റേൺ ആവും. ഇതാണ് നമ്മുടെ ഒരു ഡിസൈൻ. ആ ഡിസൈൻ നമ്മൾ എല്ലാ ഫ്ലവറിൻ്റെയും ഇടയ്ക്കും കംപ്ലീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. അതിന് ശേഷം ആ ബോയിൽ ചെറിയ സ്പ്രെഡിങ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫ്രഞ്ച് നോട്ടും ഷുഗർ ബീഡ്സും വെച്ചിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. താങ്ക് യു.